ഇപ്പം നമ്മൾ ദർഗൻ്റെ മുന്നിലെത്തി കേട്ടോ. ഇതാണ് ദർഗ. ആ മലൻ്റെ മുകളിൽ ദർഗ പറയണതാണ്. ഇവിടെ ഫുള്ള് പരിപാടി ഇത് അവിടെയാണ് കാര്യം. അതാണ് ഒന്നാമത്തെ കണ്ണ പള്ളി. അവിടെ അവിടെ ഇങ്ങനെ എടുത്ത് കണ്ടില്ലേ. ഈ മലൻ്റെ മുകൾക്കടപ്പം നമുക്ക് കയറേണ്ടത്. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു പള്ളി കാണുന്നുണ്ട്. അതിൻ്റെ മുകൾക്കാണ് ഇങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ തോട്. പക്ഷെ വെള്ളമല്ലേ? വെള്ളമല്ല. മഴക്കാലത്ത് പോലത്തെ വെള്ളം ഇങ്ങനെ വരും. ഇതിങ്ങനെ ഈ ഒരു മല ഫുള്ള് കയറി പോകണട്ടോ. നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഏകദേശം എത്ര 2 മണിക്കൂർ. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് യാത്ര കയറാറുണ്ട്. നമ്മളിവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഈ പോണ സൈഡിലൊക്കെ ഓരോ കടകളുണ്ടാവും. ഈ കടകളിൽ ഇങ്ങനെ ഓരോ വടികൾ കാണാം. എന്താണ് ഇങ്ങനെ ഓരോ വടികൾ. ഈ വടികൾ സ്റ്റെപ്പുകൾക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറി പോകുമ്പോഴേ കുത്തിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതേമാതിരി എല്ലാ കടകൾക്കും ഉണ്ടാവും. കുട്ടികൾക്കുള്ള വടി വരെ ഉണ്ട്. അങ്ങനത്തെ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ പോകുന്ന വയ്ക്കും. അതിന് വാടക 10 റുപ്യ കൂടിയും കൊടുക്കണം. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി പോവാണ്ട് നമുക്ക്. എന്താണ് നിങ്ങൾക്ക് കാണുന്നിടത്തൊക്കെ അങ്ങനത്തെ വടികളാണ്. ഈ വടികളൊക്കെ ഇവിടുത്തെ ഈ മലമന്ന് വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് വാടക 10 റുപ്യാന്നാണ് ചോദിക്കണത്. സ്റ്റെപ്പുകൾ ഇങ്ങനെയൊക്കെ കയറി പോവുകയാണ് നമുക്ക്. ഏകദേശം 2 മണിക്കൂറോളം കയറി പോവാണ്ട്. അമ്പലത്തേക്ക് 5 റുപ്യ. कितने 2 जन है 10 रुपये देने का 5 रुपये एंट्री लगता है. अच्छा 5 रुपये. पहले तो ऐसे नहीं था. ബന്ദറുകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ കണ്ട് മടുത്ത്. നമ്മളെ നാട്ടിൽ നമ്മളെ പെരയിലൊക്കെ ഇഷ്ടം പോലെ വരുന്ന കേട്ടോ. ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്താ പോണ് കയറി പോണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി തുടങ്ങിക്കണേ. എത്ര സ്റ്റെപ്പ് കയറുന്നത് നമുക്കിപ്പോൾ കണക്കില്ല. അതിൽ അടിപൊളി ചക്കറപ്പ് വളർത്തണം കേട്ടോ. എന്താണ് ഇതൊക്കെ ഇവിടുത്തെ പറിച്ചണം. ഇത് നമ്മളെ മറ്റേ കയ്യിലിത് എത്താണ് മുള്ളുള്ള സാധനത്ത് മറ്റല്ലേ എന്താണ് ഇത് വേപ്പും കായ് മാതിരിയല്ലേ. മാങ്ങ പുളി പുളി ഊട്ടിയുള്ള സാധനമാണ് ഇതൊക്കെ. അത് അതിൻ്റെ പേരൊന്നും പറയും. തമിഴ്നാട്ടിൽ ഇഷ്ടമാതിരി ഉണ്ടാവും. കൂടുതലൊക്കെ ഇഷ്ടമാതിരി പുളി ആദ്യം പുളി മുളക് വെച്ചില്ലേ. ഇതുപോലെ ഒരുപാട് കടകൾ മുകളിലുണ്ട് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് അതാണ് നമ്മൾ കാണാൻ പോണത്. ഒരു മലൻ്റെ മുകളിൽ അങ്ങാടി പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കിലോമീറ്ററോളം നടക്കണം. സ്റ്റെപ്പ് കയറണം. അല്ല മധുരയിൽ ഇതേമാതിരി ഒരു അമ്പലമല്ല എന്താണ് നമ്മളെ ഒരു മക്കാമുണ്ട് മലൻ്റെ മുകളിൽ. അവിടെ ഇതേമാതിരി ഏകദേശം 1000 സ്റ്റെപ്പോളം ഉണ്ട്. അത് കയറിയ കാണാൻ അതേമാതിരിയാണ് ഇതും. ആ മലൻ്റെ മുകൾക്കാണ്. കുട്ടികളെ സിംഹവാലന് കളറ് വേറെ ഒന്നുള്ളൂ. ഹായ് അതിൻ്റെ വാലൊക്കെ നീളേ. എന്താ അവിടെ വേറെ ഒന്ന്
വാലിന്റെ തലക്കിൽ കറുപ്പില്ല നമ്മളെ അവിടെ കാണുന്ന പിന്നെ എവിടെ ചെന്നാലും ഈ നായ്ക്കളും ആടുകളും ഇല്ലാത്ത സ്ഥലമല്ല. എവിടെ ചെന്നാലും ഇതാ ആൾക്കാർ നടക്കണ വൈക്കലേ ഉണ്ടാവുള്ളൂ. ഇറ്റങ്ങളെ ഇതൊക്കെ ഇവിടുത്തെ വളർത്തുന്ന ആൾക്കാർ തന്നെ ഉണ്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ട് കേട്ടോ. ബൊംബെയിൽ ഇങ്ങനെ സ്ഥലമുണ്ട് നമ്മൾ ആദ്യമായിട്ട് അറിയാണ്. കാണാത്ത സ്ഥലങ്ങൾ കാണണ്ടേ അല്ലേ? എന്താ സ്ഥലത്തിന്റെ പേര്? എത്താണ്? ഹാജി മലങ്ക് എന്നാണല്ലോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു ദർഗയാണ് വെച്ചാൽ ദർഗയാണ് എന്നാ ബട്ട് ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അതിൻ്റെ ഇപ്പോൾ നല്ല അത്ഭുത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കുറച്ച് നമ്മൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ താഴ്വരവും കാര്യങ്ങളും താഴെ ഭാഗങ്ങളൊക്കെ കണ്ടുകൂടെ. ഒരു 4-5 കൊല്ലം കൂടിയും കഴിഞ്ഞാൽ മോൾക്ക് ട്രെയിൻ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ റെയിലിങ്ങനെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ മുകളിൽ നല്ലൊരു അരുവി വരുന്നുണ്ട്. പക്ഷേ അരുവിയിൽ വെള്ളമില്ല. അതിൻ്റെ ഇത് സ്റ്റേഷനിൽ കയറില്ലേ? ആ, അതിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഒക്കെ എല്ലാത്തിൻ്റെ. അപ്പോൾ മല നമ്മൾ കയറിക്കൊണ്ട് കേട്ടോ. കയറിയപ്പോൾ ഇതിന് പകുതി തന്നെ നമ്മൾ കുഴങ്ങിയാണ്. ഇനി എത്ര കയറാണ്ട്? അവിടെ ഇവിടെ പള്ളി കാണില്ല. किशोर की पाठशाला। किशोरदा रूमा जी की शादी के बाद घर वाले भी मान गए। किशोरदा का काम भी बढ़िया चल रहा था। കർമ്മിച്ചസിൻ്റെ മെഷീനാട്ടോ. എത്ര ദൂരം കയറാനും ഇതിൻ്റെ മുകൾക്കൊക്കെ കറണ്ടും ഉണ്ട്. പിന്നെ ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന താമസക്കാർ തന്നെയാണ് കേട്ടോ. അത് വേറെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് സാധനവും പോലെ ഏറ്റിയാണ്ട് ഇറങ്ങി കൊണ്ടുവരിക. അപ്പോൾ എന്ത് സാധനം എന്നാലും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും ഉണ്ടാവും. എല്ലായിടത്തും കടകളുണ്ട്. ഓരോ ബെൻഡിന് കടകളുണ്ട്. പല ഐറ്റംസും ഉണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. വളഞ്ഞു ഇങ്ങനെ. ഇതാണ് മക്കളെ സ്റ്റെപ്പ് കയറണത്. കുത്തനല്ല സ്റ്റെപ്പുകളാണ്. എത്രത്തോളം കയറാൻ നിങ്ങൾക്ക് അറിയില്ല. കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് അറിയാം. എല്ലായിടത്തും പീടികളുണ്ട് ക്ഷീണം മാറ്റാൻ. എന്താ ആ ഞങ്ങൾ തന്നെ ഇപ്പോൾ 4 വട്ടം ഇരുന്നു നടന്നിട്ട്. മോൾക്കൊത്തും തോറും ഇതിൻ്റെ താഴത്തെ വ്യൂ അപാരം തന്നെ കേട്ടോ. ഭയങ്കര വ്യൂ. നിറയെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. വേറെ പ്രത്യേകത പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മളെ സാധാ അങ്ങാടിയിലുള്ള എല്ലാ സംഭവവും ഇതിൻ്റെ മുകളിലുണ്ട്. അതാണ് ഒരു പ്രത്യേകത. നടക്കാൻ പറ്റാത്ത പോലെ കൊണ്ടാകാനൊക്കെ ഒരു ആട്ടുതൊട്ടിന് മാതിരി സംഭവം. ആ അത് കൊണ്ടാക്കാൻ ഇവിടെ വേറെ സെപ്പറേറ്റ് ആൾക്കാരുണ്ട് കേട്ടോ. എന്താ കോഴികൾ വരെ ഉണ്ട്. ആ എന്താണ് ഇതൊന്നും പറയാനുള്ള അത്രയും ഗംഭീരം തന്നെ. ഇതാണ് ഒന്നാം. ഇനി ഇവിടുന്ന് വീണ്ടും പോകണം. ഇതാണ് ഫസ്റ്റത്തെ പള്ളി കേട്ടോ. ശരിക്കുള്ള അങ്ങാടി. ഇതൊരു അങ്ങാടിയാണ്. ഇതൊരു പള്ളിയാണിത്. ഇവിടുത്തെ സംഗതികളും കണ്ടോ.
ഇവിടെ താഴത്തേക്കുള്ള വ്യൂ കണ്ടോളി. അപ്പം അവിടെ ഏറ്റവും ആ തലക്കൽ ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. അങ്ങാടി ഇതാ. അപ്പം ഈ കാണുന്ന ഈ കാണുന്നതാണ് ആ നീലയും ചോപ്പുള്ളത് കാണുന്നതാണ് നമ്മൾ തന്നെ ടൗണ്. പോകുന്ന ടൗണ്, അതായത് വണ്ടി ഇറങ്ങിയ ടൗണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ഞ് എത്ര ദൂരം ഇത്രയും നടന്നു പോകുന്നു. ഇവിടുന്ന് പറയാനൊന്നും കജിനില്ല, കൊയങ്ങിട്ട് കത്തിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാ. ഇതിങ്ങനെ കടിയില്ല എന്താണ് കൈകള്. അതൊരു കടകളാണ്. ഇങ്ങനെ നടന്നു പോരാൻ പറ്റും. ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കുറേ. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ ഫസ്റ്റത്തെ പള്ളി ആയിട്ടുള്ളൂ. ഇതിൻ്റെ മോൾക്ക് ഇഞ്ഞുണ്ട്. നമ്മൾ നടന്നു പോകുന്നത് ഫുള്ളായിട്ടില്ല. ആൾക്കാർ നടന്നു പോരാ. കുറേ ആൾക്കാർ അവിടെ പോയി വൈക്കവർ, അതായത് ഒരു 10 മീറ്റർ നടക്കും, പിന്നെ ഇരിക്കും, 10 മീറ്റർ നടക്കും, ഇരിക്കും, 10 മീറ്റർ നടക്കും, ഇരിക്കും, അങ്ങനെ നടന്നു പോരാൻ കഴിയുള്ളൂ. അത്രയും ചെങ്കുത്തായ ഒരു വലിയൊരു മലയാണ്, അലാക്കിൻ്റെ മലയാണ്. ആ മലമ്മ ഇങ്ങനെ സ്റ്റെപ്പ് ആയി കണ്ടാണ്. ഏകദേശം ഒരു 3000 സ്റ്റെപ്പിൻ്റെ മുകൾക്കുണ്ടാവുന്ന ഇവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം 2 മണിക്കൂറിന് മേലെ ഉണ്ടാവും. ഏകദേശം 2 മണിക്കൂറിന് മുകളിലെ കാറ്റ്. ആൾക്കാർ, ചെറിയ കുട്ടികൾ, പിന്നെ എല്ലാവരുടെ കയ്യിലും മറ്റേ കുന്തമടി ഉണ്ടാവും. കുന്തമടിക്ക് 10 റുപ്യ അവിടെ നിന്ന് താഴത്തുനിന്ന് വാങ്ങാം, 10 റുപ്യ എടുത്താണ്ട് വാങ്ങുക. തിരിച്ച് പോകുമ്പോൾ നമുക്ക് കൊടുക്കും ചെയ്യാം. സംഗതി അവിടെ നിന്ന് വടി നമ്മൾ ആവേശത്തിൽ മാണ്ടായിരുന്നു. സംഗതി ഇപ്പോഴാണ് വടിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോഴാണ് തോന്നിയത്. നമ്മളെ അങ്ങോട്ട് പോരുന്നുള്ള ആളായി കണ്ട് വലിയ മീമ്പത്രം ഇളക്കിയാണ്ടൊന്ന് പോരാൻ നിൽക്കണ്ട. എന്താ വെച്ചാൽ ആവേശം നല്ലതൊന്നല്ല എന്ന് പറയുന്നത് നമുക്കുണ്ടായ അനുഭവം. നല്ല ഗതി. കിലോമീറ്ററോളം നടന്നത് കണ്ടില്ല. ഒരു അടിപൊളി പാറ കിടക്കണേ, കൂന് മാതിരി. കൂനല്ല കേട്ടോ, എന്താ പറയാ, കൂർത്തിട്ട് സംഗതി അടിപൊളി. ആൾക്കാരിങ്ങനെ ടാൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്, കമ്മിയൊന്നുമില്ല. സ്റ്റെപ്പാണ് ഈ കയറി ടാൻ പോലെ സ്റ്റെപ്പാ. ചെറിയ കക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു യാറും ചെറിയ കുട്ടീൻ്റെ ആണ് തോന്നുന്നത്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാട്ടോ. ഇവിടെ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ കംപ്ലീറ്റ് ഈ വീടുകളും, അതുപോലെ തന്നെയാണ് ഈ കച്ചവടങ്ങളും. ഇതിൻ്റെയൊക്കെ രസം എന്താ വെച്ചാൽ നമ്മൾ താഴത്തെ സ്റ്റാർട്ടിങ്ങില്ലേ ആ അങ്ങടിയിൽ നിന്ന് വേണം ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ, ഇവിടെ കച്ചവടം ചെയ്യാൻ. എന്താക്കും പിന്നെ ചെറിയ കൂൾബാറും ടോയ്ലറ്റും സൗകര്യങ്ങളും റെസ്റ്റ് എടുക്കാനുള്ളതും. നമ്മളവിടുന്ന് നേരത്തെ കണ്ട റെയിലിതാ അപ്പോൾ ഇവിടെ ഏറ്റവും മുകൾക്കെത്തി. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു ഏകദേശം ഒരു 2-3 കൊല്ലം കൊണ്ട് തീരുമാനമാവും കരുതുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതാ അതിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ്, അതും ഇതാ പണി നടന്നുകൊണ്ടിരിക്കണേ. മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞോണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ പരിപാടികൾ ഇതാ ഇതൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് ഡെവലപ്പ് ചെയ്യാറും നല്ല സംഭവം. പിന്നെ അത് അവിടെ നിന്ന് കണ്ട നമ്മളെ ആ ആണിമാരില്ല പാറ ഇതാ, അവിടെ കണ്ട് ഞാൻ നേരത്തെ കണ്ട് ഇതാ. വലിയൊരു തേനീച്ച കൂട് ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ കൂട് റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഇതിന്. പിന്നെ ഇതാ മലയാണ് കാണുന്നത്. പിന്നെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് ചില്ലറ പൈസ റെഡിയാക്കി വെച്ചാണ്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാർത്തുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് പൂക്കളുണ്ട്. നമ്മളിപ്പോഴും അങ്ങാടിക്ക് അതിൻ്റെ മേലെ ഇതിക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കവാടത്താ ഏകദേശം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ.
ഇനിയും ഇവിടുന്ന് ഇനിയും നടക്കാണ്ട് ഇനിയും പോവാണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ആൾക്കാർ കുത്തിപ്പൊടിച്ച് നടക്കണേ. വടി അമ്മച്ചി ഡിസൈൻ ചെയ്യണ കാണാം നമുക്ക്. നല്ല അടിപൊളിയാണ് ഡിസൈൻ ചെയ്യണം. ഇങ്ങനെയാണ് വടികൾ കാണുന്നത്. ഇത് കണ്ടോ, ഇതേ മോഡൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. ഇതാണ് വടി. കരിമ്പുളി, ചെമ്പുളി, ചോപ്പുളി. ഇപ്പം നമ്മൾ ദർഗൻ്റെ മുന്നിലെത്തി കേട്ടോ. ഇതാണ് ദർഗ. ആ മലൻ്റെ മുകളിൽ ദർഗ പറയണതാണ്. ഇവിടെ ഫുള്ള്, ചുരുക്കി പറഞ്ഞാൽ ഫുള്ള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഒരു വീടിന് ആവശ്യമായ കംപ്ലീറ്റ് സംഗതികളും ഇവിടെ ഉണ്ട്. ഹോട്ടല്, പള്ളി, അമ്പലം പറഞ്ഞമാതിരി കംപ്ലീറ്റ് ഫുഡിൻ്റെ ഐറ്റംസാണ്. ഫുഡിൻ്റെ ഐറ്റംസ് കടകളാണ് ഈ കടകൾ എല്ലാം. ഓഡിറ്റോറിയം, മദ്രസ, സ്കൂള് കംപ്ലീറ്റ്. ഇതാണ് ദർഗ കേട്ടോ. ദർഗൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നിറച്ച് കുരങ്ങന്മാരുണ്ട്. എന്താണ് അതിന് ചുറ്റുമുള്ള കടകളും കാര്യങ്ങളുമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഈ മലൻ്റെ മുകളിലുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഈ മലൻ്റെ മുകളിലൊരു മലയാളി ഹോട്ടലുണ്ട് പറഞ്ഞു. മലയാളിൻ്റെ ആ ഹോട്ടലാണ് അത് കാണുന്നത്. അവിടെ ഇയാളായിട്ട് നമ്മളൊപ്പം പോകുന്ന ആളായിട്ട് പരിചയപ്പെടുക, വർത്തമാനം പറയണം. ഇതാണ് ഹോട്ടൽ. ഫുഡിൻ്റെ സെക്ഷൻ ആവണുള്ളൂ. പിന്നെ ഇവിടെ ജുമ നടക്കാനാവണുള്ളൂ. ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജുമേൻ്റെ സമയം ആവണുള്ളൂ. ഇവിടെ ഏകദേശം 1:45 നിസ്കാരം തുടങ്ങണം തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞേക്കാം. ഇതാണിപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച പള്ളി കേട്ടോ, ജുമാഅത്ത് പള്ളി. 1800-1400 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി വന്ന് വഫാത്തായ ഒരാളെ ഖബറാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പോലെ